ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കത്തിന്റെ കീഴിലേക്ക് പോവാം. യെസ്, കിഴി നിറയെ എന്റർടൈൻമെന്റ്സ്. യാ, നമുക്ക് കൊഴുപ്പാക്കാനേ ഒരു മത്സരമായാലോ? കൊഴുപ്പായാൽ മതിയായിരുന്നു, ലൂസാവരുന്നു മൊത്തത്തിൽ. കൊഴുത്തന്നെ ഇരിക്കണം. നോക്കാം, കുറെ കാലമായിട്ട് ഒന്ന് മത്സരിച്ചിട്ട്. റെഡി? നമുക്ക് മത്സരിക്കാൻ വല്ലാണ്ട് മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, കുറെ കമന്റ്സ് വന്നു. അപ്പൊ എനിക്കും തോന്നി അതിനുള്ള സമയമായിരുന്നു. ശരിയാണ് അവർ പറയുന്നത്. കുറെ ദിവസങ്ങളായി ഒരു മത്സരം കണ്ടിട്ടെന്ന് അവർ തന്നെ പറയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളണം. തീർച്ചയായിട്ടും. അപ്പോൾ തുടങ്ങാം. എന്താണ് ഇന്നത്തെ അജണ്ട? മലയാളം പിടിക്കാം അല്ലേ? ഓക്കെ. മലയാളം കിഴി ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ ആരാണോ അവർ വിജയിക്കും. ഓക്കെ. ഹെഡ് സ്ഥിരം എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ ടോസ് ഇട്ട് സമയം കളഞ്ഞു. തുടങ്ങാം. ഓക്കെ. അപ്പോൾ തുടക്കം മുതലേ വെട്ടി നിരത്താൻ തുടങ്ങാണ്. ഓക്കെ. അയ്യോ, നമുക്ക് രണ്ടാമത്തെ കിഴി മുതൽ തുടങ്ങാം. ഫസ്റ്റ് സയ്യാര. ബോളിവുഡിൽ നിന്ന് ഒരു പക്ക റൊമാൻറ്റിക് ഫിലിം വന്നിട്ടുണ്ട്. വമ്പൻ ഹിറ്റാണ്. എല്ലാ ഇടങ്ങളിലും അത്യാവശ്യം നല്ല അഭിപ്രായമാണ്. നല്ല കളക്ഷനും 12 ദിവസം കൊണ്ട് 270 CR കളക്ട് ചെയ്തു. പിന്നിട്ടു. എന്താ വന്നടിയാണ്, തൂക്കിയടി. അങ്ങനെ തന്നെ വരട്ടെ. ശരിക്ക് ഇത്രയും കളക്ഷനുള്ള സിനിമകളൊക്കെ വളരെ കുറവാണ് ഈ വർഷം. സത്യം. സത്യമായിട്ടും ഈ വർഷം വളരെ മോശമായിട്ട്. ഏത് ഇൻഡസ്ട്രിയിൽ നോക്കിയാലും, മലയാളത്തിൽ നോക്കിയാലും തമിഴ് നോക്കിയാലും എവിടെ നോക്കിയാലും. അല്ല, മലയാളത്തില് കുഴപ്പമില്ല. മലയാളം നമ്മളെ സംബന്ധിച്ച് ഓക്കെയാണ്. അടുത്തത് നമുക്കാണ് ഏറ്റവും കൂടുതൽ കർഷകം കിട്ടിയിട്ടുള്ള സിനിമ. അതായത് ലാലേട്ടനെ വെച്ചും ഇൻഡസ്ട്രി അത് വെച്ച് നോക്കുമ്പോ ഓക്കെ. പിന്നെ പക്ഷെ മൊത്തത്തില് ഇറങ്ങിയ സിനിമകൾ വിജയിച്ചോ അല്ലയോ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എണ്ണം നോക്കി കഴിഞ്ഞാൽ വിജയം വളരെ ഭയങ്കര കുറവായിരിക്കും. അടുത്തത് സൂ ഫ്രം സോ. സുനോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതേ അത് പ്രത്യേകം ഞാൻ എടുത്തു വെച്ച് നോക്കിയിരുന്നുണ്ടായിരുന്നു, അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും JP തുമ്മനാട് ഡയറക്ട് ചെയ്ത സിനിമയാണ്. August 1 സിനിമ റിലീസിനെത്തുകയാണ്. മലയാളത്തിൽ ഭയങ്കര അഭിപ്രായമാണ് സിനിമയ്ക്കുള്ളത് കേട്ടോ. കർണാടക തൂക്കിയിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് 25 കോടിന്റെ മുകളിലേക്ക് കളക്ഷൻ നേടിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ മതി, അതിന്റെ വലുപ്പം അപ്പം മനസ്സിലാവും. അവിടെ തൂക്കിയടിയാ. എന്താണെങ്കിലും August 1 മലയാളത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാന്നുള്ളത് നമുക്ക് നോക്കി കാണാം. പ്രീമിയർ ഇന്ന് നടന്നിട്ടുണ്ട്. ഗംഭീര അഭിപ്രായമാണ്. മലയാളത്തിൽ പ്രീമിയർ നടന്നിട്ടുണ്ട്. വലിയ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള തന്നെ നല്ല അഭിപ്രായം. ഇന്ന് 6 മണിക്ക് ഇതിന്റെ ഒരു സോങ്ങും മലയാളം സോങ്ങും റിലീസ് ആവുന്നുണ്ട്. വീഡിയോ സോങ്. യെസ്. ഓക്കെ. രാജ് ഷെട്ടിക്ക് കൊയ്ത്തന്നെ ആളാണ് പ്രൊഡക്ഷൻ. ഇവിടെ വേഫറാണ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ തെലുങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സാ. നോർത്തിൽ ആണ്. വമ്പൻ ടീം അടുത്തുള്ളത്. അപ്പൊ അത്യാവശ്യം അപ്പൊ മിക്കവാറും 50 അടിക്കൂട്ടോ. പിന്നെ സിമ്പിൾ ആയിട്ട് രാജാ സാബ്. ഷേടാ മലയാളല്ലേ. പ്രഭാസ് നായകനാവുന്ന രാജാ സാബ് സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാരുതിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയുടെ സെറ്റിൽ നമ്മുടെ പുരി ജഗന്നാഥും പിന്നെ ചാർമി കൗറും വന്നിട്ടുണ്ടായിരുന്നു. ഓൾഡ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കാം അല്ലേ, അതോ വേറെ ഏതെങ്കിലും സിനിമയുടെ ഡിസ്കഷൻ ആണോ? പറയാൻ പറ്റൂല. എന്തായാലും സ്റ്റിൽസ് വന്നിട്ടുണ്ട്. പിന്നെ സഞ്ജയ് ദത്തിന്റെ ബർത്ത്ഡേ പോസ്റ്ററും വന്നിട്ടുണ്ട് കേട്ടോ. ബാബ സഞ്ജയ് ബാബ. December 5 സിനിമ റിലീസിന് എത്തുന്നത്. അതിന് മുമ്പ് ഷൂട്ട് കഴിയുമായിരിക്കൂലേ? അത് കഴിയും. അടുത്തത് വാർ 2 സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ അവാൻ ജവാൻ ജൂലൈ 31 പുറത്തിറങ്ങും കേട്ടോ. അത് കിയാറ അദ്വാനിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ജൂലൈ 31. ജൂലൈ 31, അതായത് നാളെ. നമുക്ക് എന്താ നാളെ? കിങ്ഡം നാളെ റിലീസിനെത്തുന്നത്. നാളെ പടം കാണാം, മറ്റന്നാൾ പടം കാണാം. എന്താ രസം. 1-ാം തീയതി സത്യം. ഓക്കെ. അടുത്തത് D54 മലയാളല്ലേ. ധനുഷ് നായകനാവുന്ന 54ാമത്തെ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വർക്കിംഗ് സ്റ്റില്ല് പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അതെ, പഴയ ഒരു ടെലിഫോൺ ബൂത്ത്. ഇത് 2011 ആ സമയത്തൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അന്ന് സ്റ്റീഡിയോ ഉണ്ടോ 2011? എനിക്കറിഞ്ഞൂടാ. അതിന് മുന്നേ ഒക്കെ കഴിഞ്ഞില്ലേ? ഒന്നുണ്ടോ? മേ ബി അവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിലും പഴയതായിട്ടല്ലേ ഇത് ഫീൽ ചെയ്യണ ശരിക്ക്. ഇത് നല്ല പഴക്കം തോന്നുന്നുണ്ട്. 2011 തന്നെയാണ് അതിൽ കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള കലണ്ടറിൽ
എന്തായാലും പോർത്തോലിന്റെ ഡയറക്ടർ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. അടുത്തത് കിങ്ഡം. കിങ്ഡം സിനിമയുടെ പ്രീമിയർ ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ. 20,000+ ടിക്കറ്റാണ് ബുക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ ഇന്നലെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 100K സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇന്നലെയും കൊണ്ട്. റിലീസ് ഇവന്റ് അതിനെ കുറിച്ച് പറയാതെ വയ്യ. 9 മിനിറ്റിന്റെ ഒരു സ്പീച്ച് നമ്മുടെ മലയാള നടൻ, അതായത് നമ്മുടെ ആങ്കർ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ വെങ്കിടേഷ് VP, ആള് കിങ്ഡം സിനിമയിൽ വില്ലനായിട്ട് വരുന്നുണ്ട്, മുരുകൻ എന്നുള്ള ക്യാരക്ടറിൽ. ആള് സ്പീച്ചിൽ ആൾക്ക് കുറച്ച് സമയം കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് തോന്നിയത്. കാരണം ആള് സംസാരിച്ച് കുറച്ച് നീണ്ടു പോകുന്നത് കണ്ടപ്പോൾ ആരോ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളെ എതിർത്ത് വീണ്ടും ആള് സംസാരിക്കുക 9 മിനിറ്റോളം എടുത്തു. ഈ സ്പീച്ചാണ് ഇപ്പോൾ ഇതിന് ഏറ്റവും, അതായത് ഇതിന്റെ ട്രെയിലർ കൊടുത്ത മൈലേജിനേക്കാൾ അപ്പുറത്തേക്ക് മൈലേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രെൻഡാണ്. അത് തുറന്നതുള്ളൂ. വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് മലയാളിയാണ്. 9 മിനിറ്റും ആള് സംസാരിച്ചത് കന്നഡ അല്ലല്ലോ, തെലുങ്ക് ഭാഷയില്. അത് സിമ്പിളായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാൻ കുറച്ചു നേരം കണ്ടപ്പോ ഞാൻ കേട്ടു ടച്ചോനെ എങ്ങനെയാണ് 9 മിനിറ്റ് ഇത് എങ്ങനെ പഠിച്ചാൽ പോലും തെറ്റിപ്പോകൂലേ. പക്ഷെ വേറെ കാര്യം കേട്ടോ, ഇതിനു മുൻപ് തെലുങ്ക് കേട്ടാൽ എല്ലാം മനസ്സിലാവാറില്ല. പക്ഷെ ആള് സംസാരിച്ചൊക്കെ മനസ്സിലായി എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ? തെലുങ്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതൊക്കെ. കൊള്ളാട്ടോ. അത് മലയാളി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിപ്പോകുന്നതായിരിക്കും. നമുക്ക് ഇമോഷൻസ് വെച്ചിട്ട് എന്തായാലും വെങ്കി പൊളിച്ചിട്ടുണ്ട്. ആൾക്ക് കട്ട ഫാൻസ് തന്നു, ഭയങ്കരമായിട്ട്. അത് ഓഡിയൻസ് തന്നെ എൻജോയ് ചെയ്യുന്ന കാണണമായിരുന്നു. അത്ര ഗംഭീരമായിട്ടുണ്ടായിരുന്നു ആളുടെ എനർജി, ആളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്. പിന്നെ ആ സ്റ്റേജ് മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള രീതിയായിരുന്നു. ആൾ ആങ്കറാണ് നമുക്കറിയാം. പക്ഷെ എങ്കിലും ഇത്രയും വലിയൊരു സിനിമയുടെ പ്രീ റിലീസ് ഇവന്റിന് സ്റ്റേജിൽ കയറി ഈ രീതിയിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ സാധനമല്ല, ഗംഭീരാക്കി കളഞ്ഞു. എന്തായാലും വെങ്കി അതുപോലെ തന്നെ അതെ നാളെ കാണാം, സിനിമയിലും നന്നാവട്ടെ. നമ്മളിപ്പോ വിജയ് ദേവര കൊണ്ട് തന്നെ മാത്രമല്ല നോക്കുന്നത്, ആളുടെ ക്യാരക്ടർ എന്താ കൊണ്ട് പിന്നെ തീർച്ചയായിട്ടും. അതെ, ഓക്കെ. അടുത്തത് നമ്മ മലയാളിടാ, മലയാളികൾക്ക് അല്ലെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. ഋഷഭ് ഷെട്ടി സിത്താര എന്റർടൈൻമെന്റ്സ് മൂവി. സിത്താര എന്റർടൈൻമെന്റ്സിന്റെ 36ാമത്തെ സിനിമയുടെ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. എന്താണ് ഋഷഭ് ഷെട്ടിന്റെ ഉദ്ദേശം? ഒരു ഐഡിയ ഇല്ല. ഇതും താരം പരിപാടിക്ക് പിടിക്കുന്നത്, ഇതും പീരിയോഡിക് തന്നെയാണ്. അതും 18th സെഞ്ച്വറിയിലാണ്. അതെ, ആൾറെഡി. അതായത് ഒന്ന് കാന്താരാറ്റു പീരിയോഡിക്ക, കുറച്ച് മുൻപുള്ള പരിപാടിയാണ്. അതെ. പിന്നെ ഹനുമാൻ അല്ലേ, ഹനുമാനുണ്ട്. പിന്നെ മറ്റേ ഛത്രപതി ശിവജി ഉണ്ട്. ഇപ്പതാ 1770 അതായിരുന്നു അതിന്റെ ടൈറ്റിൽ എന്നുള്ളതായിരുന്നു കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ടൈറ്റിൽ അല്ല അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്, മാറ്റാനുണ്ടാവും. എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് അശ്വിൻ ഗംഗരാജു അല്ലേ, ഗംഗരാജു. ഓക്കെ. എന്താണെങ്കിലും ആള് ചെയ്യുന്നതൊക്കെ അത് 4 നാഷണൽ അവാർഡിനുള്ള പരിപാടിയാണ് അല്ലേ. 4 നാഷണൽ അവാർഡിനുള്ളത് ഇടയ്ക്ക് വെക്കുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് വൈബും കൂടി ആയതുകൊണ്ട്, വൈബല്ല പോസിറ്റീവ് എനർജി കൂടി ആയതുകൊണ്ട് നാഷണൽ അവാർഡ് കൊടുക്കുകയും ചെയ്യും. അടുത്തത് കൂലി. മലയാളല്ലേ? കൂലി സിനിമയുടെ കുറച്ച് സ്റ്റില് പുറത്തു വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 14 സിനിമ റിലീസിനെത്തും. എന്തായാലും ഇതുവരെ ട്രെയിലർ വന്നിട്ടില്ല. അതിന് മുൻപായിട്ട് സ്റ്റില്ല് പുറത്തിട്ടാൽ മതി, എന്നാൽ തന്നെ കത്തുന്നു. പിന്നെന്താ, ട്രെയിലറല്ലേ 2-ാം തീയതി വരാൻ പോണേ. അതെ, ഇപ്പൊ എന്ത് പേടിക്കാനുള്ള, 2-ന് കത്തിക്കില്ലേ. ഓക്കെ. എന്തായാലും ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനാവുന്ന സിനിമയാണ്. ആമിർ ഖാൻ, ഉപേന്ദ്ര, സൗബിൻ, നാഗാർജുന, അങ്ങനെ വമ്പൻ താരങ്ങളാണ് വരുന്നത്. എല്ലാവരെയും ട്രെയിലറിൽ കാണാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ എന്തായാലും ആമിർ ഖാനെ കാണിക്കുന്നത് എല്ലാരെയും കാണിച്ചു തരും. വെയിറ്റ് ചെയ്തിരുന്നോ, നിനക്കൊക്കെ എല്ലാരെയും കാണിച്ചു തരാം അല്ലേ. ലോകി മാമ എന്താ രസം. ലോകേഷ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കേട്ട് കഴിയുമ്പോ ആടാ വാ എല്ലാം ഞാൻ റെഡിയാ, ഒന്നുകൂടി കട്ട് ചെയ്യുന്നു. ട്രെയിലർ കട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, റെഡിയാക്കി വെച്ചേക്കായിരിക്കും 2-ാം തീയതിക്ക്. ഇതൊക്കെ കേട്ടപ്പോ എല്ലാരും ഉണ്ടാവും പറഞ്ഞു കേട്ടപ്പോ ഇപ്പൊ ശരിയാക്കി തരാം. എല്ലാവരും പുറത്ത് കിട്ടും. അപ്പൊ നോ ഡൗട്ട് ട്രെയിലറിലുണ്ടാവും.
പറയാൻ പറ്റൂല. ആമിർ ഖാൻ ഇതേപോലെ ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറഞ്ഞതായിരുന്നു ലോക. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട്. പക്ഷെ അതിനു മുൻപ് അതുവരെ കാണിച്ചിട്ടില്ല. ഇതിപ്പോ എന്തായാലും അതായത് കൂലി സിനിമയിലെ എല്ലാ ലുക്കും പുറത്തു വിട്ട് കഴിഞ്ഞു. ലുക്ക് കൊണ്ട് കാര്യമില്ല, ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ട്രെയിലറിൽ കൂടി ചെറുതായിട്ട് കൊടുക്കും. വ്യത്യസ്തമായിട്ടുള്ള വെപ്പൺസ് ഉള്ളത് വരെ ആമിർ ഖാന്റെ 3 ലുക്ക് വരെ പുറത്തു വിട്ടു. അത് 3 ലുക്ക് ആമിർ ഖാനെ മാത്രമാണോ പറയുന്നത്? ഞാൻ ആമിർ ഖാന്റെ മാത്രമേ ഇനി ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഒളിപ്പിച്ച് വെക്കുള്ളൂ. ഇത് ഒളിപ്പിച്ച് വെക്കാനൊന്നുമില്ല. ഇതിന്റെ ഗ്ലിംസിൽ പോലും എല്ലാരും കാണിച്ചില്ലേ? സൗബിനെ കാണിച്ചു, പിന്നെ സൗബിനെ വീഡിയോയിൽ കാണിച്ചു. അതായത് നാഗാർജുനനെ കാണിച്ചിട്ടില്ലേ? ഫ്രണ്ട് കാണിച്ചിട്ടില്ല ഇതുവരെ. ബാക്കിൽ നിന്ന് ഇങ്ങനെ നടന്നു പോണ മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ ഉപേന്ദ്ര അതുപോലെ ചിലപ്പോ ഇതിലും കാണിക്കും ട്രെയിലറിൽ. അതായത് ഓരോ ഇൻഡസ്ട്രിയിലും ഇത് എടുത്തു നിൽക്കാൻ ഇവരെന്തായാലും കാണിക്കും. നോക്കാം, മുഖം കാണിക്കും, നോക്കാം, കാണിച്ചിരിക്കും, നോക്കാം, നോക്കാന്ന്. സമയമുണ്ടല്ലോ, വരട്ടുണ്ടോ? ഇല്ല, ഇത് വേറെ പറയുന്ന പോലെയല്ല. ബെറ്റുണ്ടോ? രണ്ടാം തീയതി വരൂലേ? 2 ദിവസം കൊണ്ടുള്ളൂ. എനിക്ക് ഒരു കുഴപ്പമില്ല കാണാൻ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. പറയുന്നു അതായത് ആമിർ ഖാൻ, എല്ലാരും ഉണ്ടാവും, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ, ശ്രുതി ഹാസൻ, ഇവരൊക്കെ കാണിച്ചിരിക്കും ട്രെയിലറിൽ. ആയിക്കോട്ടെ, നോക്കാം. നോ ഡൗട്ട്. ഞാൻ വേറെ എന്തും പറയുന്ന പോലെ ഉള്ളത് ഇത് ഉറപ്പാണ്. പണ്ടൊരു ഉറപ്പ് പറഞ്ഞേ. അടുത്തത് ലോക. ഇപ്പല്ല ഞാൻ ലോകേന്റെ കാര്യം പറഞ്ഞത്. ലോക സിനിമ, അതായത് ഈ കീഴിൽ ആദ്യത്തെ മലയാളമാണ് കേട്ടോ. അപ്പോൾ 1-0. ആദ്യത്തേതും അവസാനത്തേതും. ലോക സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഇതിൽ നമ്മുടെ സാൻഡി മാസ്റ്റർ വില്ലനായിട്ട് വരുന്നത് എന്നുള്ളത് ആള് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ചെറിയൊരു സൂചന വരുന്നുണ്ട് കേട്ടോ. ഇതൊരു സൂപ്പർ ഹീറോ മൂവി അല്ല എന്നുള്ള രീതിയിലാണ് ചെറുതായിട്ടൊരു സൂചന കിട്ടുന്നത്. അതായത് കല്യാണി ചെയ്യുന്ന കഥാപാത്രം അതിൽ വാമ്പയറായിട്ടാണോ എന്നുള്ളൊരു സൂചന ആയിരിക്കാം. അപ്പോൾ ഇത് ടീച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അത് സാധ്യത തോന്നുന്നുണ്ട് അല്ലേ? അതൊരു സത്യം. പിന്നെ ആ ബ്ലഡ് ഛർദ്ദിക്കുന്നതോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം, ഒരു സീൻ ബ്ലഡായിട്ട് ആള് വയ്യാതെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് പോകുന്നതിൻ്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അതൊരു സത്യമാണ്. എന്തോ മേ ബി ആയിരിക്കാട്ടോ ചിലപ്പോ. എന്താണാവോ, നോക്കാം, കണ്ടറിയാം. പിന്നെ ഇതിന്റെ തുടക്കം 3 ഷോട്ടില്ലേ, ഭയങ്കര ഭീതി ഉളവാക്കിയിട്ടുള്ള ഒരു ഷോട്ടുകളായിരുന്നല്ലോ ലോകയുടെ. ആ നടന്നു പോകുന്നത് അതൊക്കെ ഒരു വാമ്പയർ സെറ്റപ്പ് തന്നെയാണ്. ചിലപ്പം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അടുത്തത് വാമ്പയർ സൂപ്പർ ഹീറോ തലവര. തലവര സിനിമയുടെ സോങ് ഇന്ന് 5 മണിക്ക് പുറത്തു വരുന്നുണ്ട് കേട്ടോ. അഖിൽ അനിൽകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 15-നാണ് സിനിമ റിലീസിന് എത്തുന്നത്. നമ്മുടെ എത്ര വലിയ സിനിമ ഉണ്ടെങ്കിലും നമ്മുടെ മലയാളികൾക്ക് ചങ്കൂറ്റം കുറച്ച് കൂടുതലാണ് അല്ലേ? ചില സമയത്ത് അങ്ങനെ ഈ തവളേന്റെ കാര്യം പറഞ്ഞ പോലെ മറ്റേ ലോറിന്റെ മുന്നിൽ ഇങ്ങനെ നെഞ്ചും പിടിച്ചിരിക്കുന്ന ലോറി കയറി പോയി കഴിയുമ്പോൾ അങ്ങനെ പാട്ടം പപ്പടം പോലെ ഇരിക്കുന്നു. വാടാ ധൈര്യം ഉണ്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടീന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ എന്റെ ജന്മത്തില്, അതായത് ഇത്രയും വർഷം ജീവിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത പാപം എന്താണെന്നറിയാം? മദ്രസിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേ തവള ഇങ്ങനെ ചത്തിറക്കുന്നുണ്ടാവും പാടിലോറി കയറിയിട്ട്. ഞാൻ അതിനെ നോക്കി ചിരിക്കൂടാ. അത് നീ ചെയ്ത പാപമല്ല എടാ, അഹങ്കാരം കാണിക്കുന്നുണ്ടാവും. ആരാണെങ്കിലും ചിരിച്ചു പോകും. അഹങ്കാരം ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് മരം കയറാൻ അറിയില്ല. ഞാൻ വലിയ ആളായിട്ട് അഹങ്കരിച്ച് ഞാൻ പോയിട്ട് മരത്തിന്റെ മുകളിലെത്തില്ല, പകുതി ദിവസം താഴത്തേക്ക് വീണു. ആർക്കാണെങ്കിലും ഒരു ചിരി വരും. അത് ആർക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ചോദിക്കുള്ളൂ, സിമ്പിൾ ആയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ബാക്കി എന്തോരം ജീവികളുണ്ട്, എന്താ ഈ നിലത്ത് കൂടി നടക്കുന്ന സാധനങ്ങൾ അത് വല്ലപ്പോഴും ഒക്കെ ചിലപ്പോ ഒരു പാമ്പ് അല്ല ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചത്തിറക്കണം കാണാറുള്ളൂ. ഈ സാധനത്തിനെ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും കാണാം. കാരണം ഇതിന് എന്താ അറിയും, വെളിച്ചം കാണുമ്പോൾ ഇതിന് കുറച്ചൊരു അട്രാക്ഷൻ കൂടുതലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അത് തന്നെ ആ സാധനം. അതുകൊണ്ട് തന്നെയാണ് അതുങ്ങളെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്പൊ ചർച്ച തെന്നി മാറി പോയിരിക്കുന്നു. എടുത്തോ, ഇതിപ്പോ ചുരുക്കി പറഞ്ഞ മറ്റേ ഭക്ഷ്യ ശൃംഖല എന്ന് പറഞ്ഞ മറ്റേ സയൻസിലൊക്കെ പഠിക്കും.
വന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നത് ആവാസ വ്യൂഹം. ആ സാധനം പോലെ ഇപ്പൊ എവിടെ തുടങ്ങിയത് എവിടെ അവസാനിക്കുന്നു. ഓക്കെ, പരം സുന്ദരി. ഓക്കെ, നമ്മുടെ എന്തായിരുന്നു സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ, ഇവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തുന്ന സിനിമ കേട്ടോ. പരവും സുന്ദരിയായിട്ട് വരുന്നു അല്ലേ? പരം സുന്ദരി സിനിമ ഓഗസ്റ്റ് 29-നാണ് റിലീസിനെത്തുന്നത്. സിനിമയുടെ ഒരു സോങ് വന്നിട്ടുണ്ട്, പരദേശിയ എന്ന് പറഞ്ഞ സോങ്ങാണ് വന്നിരിക്കുന്നത്. മോശമില്ല, കുഴപ്പമില്ല. ഇനി ഒരേ ഒരു കിഴി മാത്രമേ ഉള്ളൂ അല്ലേ? സാഹസം. ബാബു ആന്റണിയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. വിപിൻ കൃഷ്ണയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 8-നാണ് സിനിമ റിലീസിന് എത്തുന്നത്. ഏത് മൂഡ്? സാഹസം മൂഡ്. ഞാൻ പാടിയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ള സോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? ചില സമയങ്ങൾ ഏത് മൂഡ്? കോപ്പിലെ മൂഡ്, ഏത് മൂഡ്? കൊമാറ്റ് മൂഡ്, ഏത് മൂഡ്? ആ കോപ്പിലെ മൂഡിലിരിക്കുമ്പോഴാണ് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം കൂടെ വരുന്നത്. ദേഷ്യം വരിക. അല്ലെങ്കിൽ ഇല്ല, ഏതെങ്കിലും മൂഡിൽ ഒരു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക. ഇത് നമ്മളും കൂടെ ആ മൂഡിലായിരിക്കണമല്ലോ, ഇത് കേൾക്കാൻ പറ്റിയൊരു മൂഡ്. എന്താണെങ്കിലും കൊള്ളാം. വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി കൂടായിരുന്നോ? ഇത് വെറുതെ മാത്രം എഴുതിയാണ്ട് ഒരു സിനിമ പാട്ട് സോങ് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം മത്സരം തുടങ്ങി. അതിലാദ്യത്തെ വിജയം ജിനേഷ് സ്വന്തമാക്കി. ചീള് കേസ് ഇതൊക്കെ എന്ത് അല്ല പിന്നെ. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.